മഹാഭാരതത്തിലെ രണ്ട് കഥാപാത്രങ്ങളാണ് ബലരാമനും കൃഷ്ണനും. കൃഷ്ണൻ സജീവമായ യുദ്ധരംഗത്തുണ്ടായിരുന്നു, ഇല്ലായിരുന്നു. മനസ്സിലായില്ല? ബലരാമൻ ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു. മനസ്സിലായില്ല? രണ്ടുപേരാ ചേട്ടനും അനിയനും. കൃഷ്ണൻ യുദ്ധരംഗത്തുണ്ടായിരുന്നു, ഇല്ലായിരുന്നു. ബലരാമൻ ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ആ ദ്വന്ദ്വങ്ങൾ. മഹാഭാരത യുദ്ധം ആരംഭിക്കുമ്പോൾ മേൽപ്പടിയാൻ തീർത്ഥാടനത്തിന് പോയി. ഈ പൊല്ലാക്കാഴ്ചയൊന്നും കാണാൻ ഞാനില്ല കൃഷ്ണ, ഇതൊന്നും എനിക്ക് പറ്റിയതല്ല, ഞാൻ ഈ മമതകളൊന്നും ഇല്ലാത്തവനാണ്. നിനക്കൊടുങ്ങാത്ത മമതയാണ് അച്ഛൻ പെങ്ങളോടും മക്കളോടും. നിന്റെ ഈ മമത ശരിയല്ല കൃഷ്ണ എന്ന് പറഞ്ഞാ പോയെ. പക്ഷെ കൃഷ്ണൻ ചെയ്യുന്നൊന്നും എതിർക്കാൻ മേലാത്ത ഒരു മമത വേറെയും. അതാണ്. അതുകൊണ്ടാണ് ഒരു ഭാഗത്ത് മമത കടുത്ത്, മറുഭാഗത്ത് കൃഷ്ണനോടുള്ള മമത കടുത്ത്. ഇതൊക്കെ കൂടി ആലോചിച്ചപ്പോഴാണ് തീരുമാനിച്ച തീർത്ഥാടനത്തിന് പോവാം. തീർത്ഥാടനത്തിന് പോയാലും ദിവസേന പത്രം വായിക്കുമായിരുന്നു. എന്താ സംഭവിക്കുന്നതെന്നറിയാൻ. ഒരിക്കപ്പൊറുതിയില്ലായ്മ. അവിടെ എന്തായി? അവസാനമാണ് ശിഷ്യൻ തട്ടിയെന്നറിഞ്ഞ് ഗദയും എടുത്ത് രംഗത്തേക്ക് വന്നത്. യുദ്ധരംഗത്തേക്ക് നേരിട്ട് ഗദയുമേന്തി കടന്നു വരുന്ന ആ സംഘർഷണമൂർത്തിയെ മഹാഭാരതത്തിൽ ഒന്ന് പരിചയപ്പെടുമ്പോൾ ഇതുവരെ അയാൾ വച്ചു പുലർത്തിയ മമതയില്ലായ്മയുടെ മറകൾ അത്രയും നീങ്ങി മമതാകാരനായി രംഗപ്രവേശം ചെയ്യുന്നൊരു ചിത്രമുണ്ട്. മനസ്സിലായില്ല? അതായിത്തീരരുത്. മമതയുണ്ടായിരുന്നാൽ പോലും മമതയില്ലെന്ന ഭാവത്തിൽ വരുന്ന മമത സങ്കീർണമാണ്. അതുകൊണ്ട് അതും കൂടി ഉൾക്കൊണ്ടോണം. അപ്പം ഇത് കേട്ടൊക്കെ പഠിക്കുമ്പോൾ വലിയ വലിയ ആൾക്കാർക്ക് മമതയൊന്നുമില്ല, അവർ പറ്റില്ലാത്തവരാണ്, അതുകൊണ്ട് അവരെ പോലെ അങ്ങ് ആയിക്കളയാം എന്ന് വിചാരിച്ച് മമതയൊന്നും ഇല്ലാത്ത പോലെ ലോകം കണക്കാക്കാൻ ഇഷ്ടപ്പെട്ടിറങ്ങുമ്പോൾ അടിയിൽ കിടക്കുന്ന മമതകൾ നമ്മെ ആന്തരികമായി വല്ലാതെ പിടിച്ചുലയ്ക്കുകയും ദുഃഖിപ്പിക്കുകയും മമതയില്ലായ്മയിലേക്ക് പോകുന്ന വഴികൾ അത്രയും തടയുകയും ചെയ്യും. അതിനേക്കാൾ നന്ന് മമതയാണ്. അപ്പൊ ഇത് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് യാതൊരു പറ്റുമില്ലാതെ സർവസങ്കല്പ സന്യാസി. അവിടെ പറഞ്ഞിരിക്കുന്ന സകല സങ്കല്പങ്ങളെയും സന്യസിക്കുക. അപ്പൊ നേരത്തെ ഇട്ടുകൊടുത്ത ആ ഇന്ധനം കൊണ്ട് യന്ത്രം കുറെ കൂടെ ഓടും. ആ ഓടുന്നതാണ് ഇച്ഛയില്ലാത്ത കർമ്മം. കർമ്മത്തിന്റെ ഇന്ധനം ഇച്ഛയാണ്. ഇന്ധനം നിറച്ച് ബ്രേക്ക് അപ്ലൈ ചെയ്താലും, അപ്ലൈ ചെയ്യുന്നത് ഇന്ധനം നിർത്തുകയാണ്. ഇന്ധനം നിർത്തിയാലും ആവി ഉള്ളത് കൊണ്ട് കുറെ കൂടെ പോയേ നിൽക്കുള്ളൂ. പഴയ ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ? ഏറ്റുമാനൂർ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ കുറുപ്പന്തറ വെച്ച് ഇന്ധനം അടയ്ക്കണം. അങ്ങനെയാ പഴയ കരിവണ്ടി. എങ്ങാനും ഇതിന്റെ ഇന്ധനം അടയ്ക്കാൻ മറന്നുപോയാൽ ഇത് ചെന്ന് നിൽക്കുന്ന കുമാരനെല്ലൂർ അപ്പുറമായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഈ ആവിയന്ത്രത്തിന്റെ പണി. നേരത്തെ ഇത് അടയ്ക്കും, കേട്ടിട്ടില്ല? അങ്ങനെയാണ് ഇതിന്റെ സ്റ്റോപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ കർമ്മങ്ങളുടെയൊക്കെ പിന്നിലെ ചോദനയായി കിടക്കുന്ന ഇച്ഛ, സങ്കല്പം, അവിടെ അടയ്ക്കണം. കർമ്മത്തിൽ അടയ്ക്കണ്ട. അവിടുന്നുള്ള ആവേഗവും സ്വീകരിച്ച് കർമ്മം കുറെ കൂടെ മുമ്പോട്ട് പോകും. പിന്നെ അത് തന്നെ നിൽക്കും.
അപ്പോൾ ഒരയുകയും പിടിക്കുകയൊന്നുമില്ല. ബ്രേക്ക് സഡനായി അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ പാളം തെറ്റും. അതായി കുണ്ടലിനി വിതിൻ 2 minutes ഒക്കെ ചിലപ്പോൾ പാളം തെറ്റും. ഡീറെയിൽമെന്റ്. ബ്രേക്ക് വളരെ ശക്തമായി പിടിച്ചാൽ, നല്ല സ്പീഡിൽ വരുന്നതിനിടയിലാണ് ബ്രേക്ക് ഇടുന്നതെങ്കിൽ ചിലപ്പോൾ മുൻഭാഗം നിൽക്കുകയും പിൻഭാഗം ഓടുകയും ചെയ്ത് നേരെ തലയം കുത്തി കിടക്കും. അതായി വഴിയിലൊക്കെ ചില മാരുതിക്കാർ കിടക്കുന്നതാണ്, കണ്ടിട്ടില്ല? പിള്ളേര് സൈക്കിള് അഭ്യാസം പഠിക്കുന്ന കൂട്ടത്തിൽ ഓടിക്കാൻ പഠിച്ച് ആ മുമ്പിലെ ബ്രേക്ക് അങ്ങ് പിടിക്കും ഓടുന്നതിനിടയിൽ. ബൈക്കിലെ ബ്രേക്കാണ് പിടിച്ചതെന്നാ പറയുക, പക്ഷെ കൈ അമർന്നത് മുമ്പിലെയാണ്. നല്ല രസമാണ് കാണാൻ, അല്ലേ? സ്വയം ആവുമ്പോൾ സ്വയം ഇങ്ങനെ മറിയുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഇങ്ങനെ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. സൈക്കിള് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. സൈക്ലിങ് പഠിക്കുമ്പോൾ ആദ്യ കാലത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ നല്ല ഇറക്കത്തിലൊക്കെ ഓടിക്കുന്നതിനിടെ ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് ബ്രേക്ക് പിടിക്കും. നല്ല രസമാണ്. നീ ഒന്ന് പിടിച്ചു നോക്കുക. ഇവനിങ്ങനെ നേരെ അപ്പുറത്തോട്ടും, മുൻപിലെ വീൽ അവിടെ സ്റ്റോപ്പും, ബാക്കിലെ വീൽ ഇങ്ങനെ വന്ന് നേരെ തലയും കുത്തി അങ്ങ് കിടക്കുന്ന കിടപ്പ് അനുഭവിച്ചിട്ടില്ല? ഒന്ന് അനുഭവിച്ചു നോക്കണം. സൈക്കിൾ ഓടിക്കുന്നതിൽ ഇത്രയും സുഖമുള്ളൊരു അനുഭവം വേറെ ഉണ്ടാവാനുണ്ടാകും. ഇതുപോലെയാണ് ഇച്ഛകളങ്ങനെ അതിവേഗതയിൽ, മൈലുകൾ വേഗതയിൽ വരുന്ന ഇച്ഛകളെ തടഞ്ഞു നിർത്താതെ, ആ ഇച്ഛകളിൽ നിന്ന് ആവിർഭവിച്ച കർമ്മങ്ങളെ തടഞ്ഞു നിർത്തിയാൽ, ആ ഇച്ഛകൾക്കുള്ള ഇന്ധനം നിർത്തുകയും ആ വേഗത തുടരുകയും ചെയ്ത് ശാന്തമായി നിന്നാൽ വണ്ടിയുടെ വീലുകൾ വെട്ടിത്തേയുകയില്ല. റോഡിൽ നമ്മൾ പോയ വടുക്കൾ ഉണ്ടാവില്ല. മനസ്സിലാവുമെന്നറിയില്ല. മറ്റേ ഇവൻ ഓടിച്ചു പോയ വഴി പോലീസിന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം അവിടെയൊക്കെ ടയർ ഒരഞ്ഞ് കത്തിയിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടില്ല? താരട്ട റോഡിലൊക്കെ ടയർ ഒരഞ്ഞ് കത്തിയത് കണ്ടിട്ടില്ല? ഡ്രൈവിങ്ങും അറിയില്ല, അപ്പൊ നല്ലപോലെ കത്തും. അപ്പൊ വണ്ടി തന്നെ പിന്നീട് കണ്ടാൽ പിടിക്കാം. ഇതിലെ ഓടിച്ച വണ്ടി ഒരു 4 വർക്ക്ഷോപ്പിൽ അന്വേഷിച്ചാൽ മതി. കാരണം ഏതിൻ്റെ ആ ടയർ മാറിയിട്ടിട്ടില്ലെങ്കിൽ കണ്ടുപിടിക്കാം. ആ പരുവത്തിൽ കത്തിയിട്ടുണ്ടാവും, സൈഡൊക്കെ വെട്ടിത്തേഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇതൊന്നും സംഭവിക്കാതെ, ഒരു പോറലും സംഭവിക്കാതെ പോകാൻ ആദ്യം ആ ഇച്ഛയ്ക്കുള്ള ഇന്ധനം അങ്ങ് നിർത്തുക, കർമ്മം അനുസ്യൂതം തുടരുക. അതിനാണ് പറ്റില്ലാതിരിക്കേണ്ടത്. യാതൊരു പറ്റുമില്ലാതെ, യാതൊരു ബന്ധവും ഇല്ലാതെ കർമ്മങ്ങളെ സ്വേച്ഛയിൽ നിന്ന് പരേച്ഛയിലേക്കും പരേച്ഛയിൽ നിന്ന് അനിച്ഛയിലേക്കും സംക്രമിപ്പിച്ച് ഭംഗ്യന്തരേണ ചെയ്ത് തന്റെ സാധനകൾ അത്രയുമാണ് ഈ ജീവിതം എന്ന്. ഏതൊന്ന് ഞാൻ ചെയ്യുന്നുവോ, എവിടെയെല്ലാം ഞാൻ പ്രദക്ഷിണം വയ്ക്കുന്നുവോ, അതെല്ലാം ആ പരമമായ ജ്ഞാനത്തിനുള്ള പ്രദക്ഷിണ വഴികളാണെന്നും അതത്രയും എന്റെ സാധനയാണെന്നും അത് ചെയ്തത് എനിക്ക് ഉത്കർഷത്തിലേക്ക് വേണ്ടിയാണെന്നും അതിൽ ആർക്കും പങ്കില്ലെന്നും ആരും എനിക്ക് ഉപദ്രവമായിട്ടില്ലെന്നും ഈ സാധനയിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചെയ്തവരത്രയും എനിക്ക് സഹകാരികളാണെന്നും അവരുടെ പ്രതികൂലവും അനുകൂലവുമാണ് എന്നെ ഈ അറിവിൽ എത്തിച്ചതെന്നും അതുകൊണ്ടുള്ള കൃതജ്ഞത ഞാൻ ഒരിക്കലും കൈവിടില്ലെന്നും എൻ്റെ ഈ ജീവിതം കൃതജ്ഞതാ നിർഭരമായിരിക്കുമെന്നും അവർക്കെല്ലാം പ്രത്യുപകാരത്തെ ചെയ്യുവാൻ കിട്ടുന്ന അവസരങ്ങൾ അത്രയും ചെയ്യുമെന്നും എനിക്കൊരു പ്രത്യുപകാരം ചെയ്യാൻ വേണ്ടി അവരാരും താഴേക്ക് പതിക്കരുതെന്നും നിരന്തരമായി ചിന്തിച്ച് ജീവിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ ധന്യമായി. തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് മനസ്സിനെ അതീവ ശാന്തമാക്കി കൊണ്ടുപോകാൻ ഇത്രയും ചിന്തിച്ചാൽ കർമ്മത്തിന്റെ പദ്ധതി ഇതാണ്. അപ്പൊ സാധന ഇതാണ്. നന്നായി സാധന ചെയ്താൽ കർമ്മം ഇങ്ങനെ കൊണ്ടുപോകാം. ഇനി ഒന്ന് ആലോചിച്ചു പോകും. ഇപ്പൊ വീട്ടിൽ ചെന്ന് ഈ കർമ്മത്തിനുള്ള ഇന്ധനമായ ഇച്ഛയൊക്കെ അങ്ങ് പതുക്കെ അത് കുറയ്ക്കുക. എന്നിട്ട് വന്നു കിടക്കുന്ന കുടിശ്ശികകളായ കർമ്മങ്ങളിലൂടെ അനുസ്യൂതം പോവുക. അപ്പൊ ചുറ്റുമുള്ളവർക്കും ശാന്തി,
നമുക്കും ശാന്തി. മെല്ലെ സാധന ഭംഗിയായി പോകുമ്പോൾ ഇതിനെ സഹായിച്ച് ഒരുപാട് പേരുണ്ടാവും. എതിരായി വന്നവനും നമുക്ക് ഗുരുവാണ്, അനുകൂലിച്ചവനും നമുക്ക് ഗുരുവാണ്. അനുകൂലിച്ചത് കൊണ്ടല്ല വിജയമുണ്ടാകുന്നത്, എതിർത്തത് കൊണ്ടാണ് വിജയം. കാരണം അനുകൂലിച്ച് മാത്രം ആളുകൾ നിൽക്കുമ്പോൾ കർമ്മത്തിന്റെ ശേഷി നഷ്ടപ്പെടും. എതിരുണ്ടെങ്കിൽ സൂക്ഷിക്കും ഓരോ കാൽവയ്പിലും. അപ്പൊ നമ്മുടെ വളർച്ചയുടെ പടവുകളിൽ ഏറ്റവും അധികം പ്രയോജനങ്ങൾ ഉണ്ടായത് സ്വയം നശിച്ചെതിർത്തവനിൽ നിന്നാണ്. അവൻ എതിർക്കുമ്പോഴുണ്ടാകുന്ന സംഘർഷങ്ങൾ, എതിർപ്പ് കഴിഞ്ഞ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി വിജയിച്ചപ്പോൾ ആ വിജയത്തിന്റെ ഭാഗമാകാൻ കഴിയാതെ എതിർത്തവനാണെന്ന ദുഃഖവും അവൻ പേറണം. മനസ്സിലായില്ല? മറ്റവൻ അനുകൂലിച്ചത് കൊണ്ടൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ വിജയിച്ചപ്പോൾ അവൻ പണ്ട് അനുകൂലിച്ചതാണെന്ന് പറഞ്ഞ് നമ്മളോടൊപ്പം ചേരുമ്പോൾ നമ്മുടെ വിജയത്തിന്റെ പങ്ക് അവനും കൂടെ പങ്കുവെച്ച് കൊടുക്കുകയും വേണം. യഥാർത്ഥത്തിൽ പങ്കാളിയായിരിക്കേണ്ടവനേക്കാൾ പങ്കും കൊണ്ട് അവൻ പോവുകയും ചെയ്യും. മനസ്സിലായില്ല? അതുകൊണ്ട് നിങ്ങൾ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇതിന്റെ ഇതിഹാസം. ജീവിതത്തിന്റെ ഈ രംഗങ്ങളെല്ലാം വെച്ച് കർമ്മത്തെ ഒന്ന് നോക്കിയിട്ട് മനസ്സിലാകുമ്പോഴാണ് കർമ്മസു കൗശലമാണ് യോഗമെന്ന് പറഞ്ഞത് കൂടുതൽ ശരിയാകുന്നത്. കർമ്മങ്ങളിലുള്ള കുശലതയാണ് യോഗം. അതെങ്ങനെയാണ്? എങ്ങനെയാണ് കുശലത? സിദ്ധിയിലും അസിദ്ധിയിലും സമഭാവന, അതാ കുശലത. സിദ്ധി അസിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ ഉച്യതേ. ഈ ഒരവസ്ഥ കൈവന്നാൽ ആനന്ദമായി. അങ്ങനെ കിട്ടണമെങ്കിൽ ആദ്യം അർജുന ഇന്ദ്രിയാർത്ഥങ്ങളിൽ നിന്ന്, കർമ്മങ്ങളിൽ നിന്ന്, ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നും നീ മുക്തനാവുക, ഒട്ടിപ്പിടിക്കാതാവുക. അപ്പോൾ യോഗാരൂഢൻ എന്ന സ്ഥിതിയെ പ്രാപിച്ചവനെന്ന് പറയപ്പെടും. ഇത് തന്നെ സ്ഥിതപ്രജ്ഞൻ. അപ്പോ ധ്യാനയോഗത്തില് അതിനു മുമ്പുള്ള ജ്ഞാനകർമ്മ സന്യാസത്തെയും കർമ്മസന്യാസത്തെയും കർമ്മയോഗത്തെയും സ്ഥിതപ്രജ്ഞ ലക്ഷണത്വത്തെയും സമഗ്രമായി ഏകോപിപ്പിച്ചൊന്നാക്കി ഭംഗ്യം തരേണ അർജുനന് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നു. ഇത് ഏകമാണ്.